രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി കോൺഗ്രസിന് ഇപ്പോഴും തീരാവേദനയാണ്. സച്ചിൻ പൈലറ്റിന്റെ വാക്കുകളിലൂടെ അത് മനസ്സിലാക്കാം. കുറച്ചുകൂടി അധികം പരിശ്രമവും മികച്ച സ്ഥാനാർത്ഥികളും ഉണ്ടായിരുന്നുവെങ്കിൽ രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചേനെ എന്നാണ് സച്ചിൻ പൈലറ്റ് പറയുന്നത്. താനും അശോക് ഗെഹ്ലോട്ടും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ചതാണ്. അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിട്ടില്ലെന്നും ലോക്മത് നാഷണൽ കോൺക്ലേവിൽ പങ്കെടുക്കവേ മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായിരുന്ന സച്ചിൻ പൈലറ്റ് പറഞ്ഞു. പ്രവർത്തകർക്ക് പ്രാധാന്യം നൽകുന്നതിലും പാർട്ടിക്ക് പരാജയമുണ്ടായെന്ന് സച്ചിൻ ചൂണ്ടിക്കാട്ടി. ചില തിരുത്തലുകൾ വരുത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പാർട്ടി പ്രവർത്തകർ 5 വർഷവും കഠിനമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്ക് കൂടുതൽ പരിഗണനയും പങ്കാളിത്തവും നൽകണമായിരുന്നു. പ്രവർത്തകരുടെ ഊർജമാണ് ഏതൊരു പാർട്ടിയെയും വിജയത്തിലെത്തിക്കുന്നത്. മതവും മതവിശ്വാസപ്രകാരം ജീവിക്കലും വ്യക്തികളുടെ അവകാശമാണെന്ന് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം കോൺഗ്രസ് നിരസിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി സച്ചിൻ പറഞ്ഞു. എല്ലാവർക്കും അവരവരുടെ മതവിശ്വാസത്തിൽ അഭിമാനമാണുള്ളത്. എന്നാൽ അതിനെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗപ്പെടുത്തുന്നത് തെറ്റാണ്. ഭരണകൂടം മതവിശ്വാസത്തിൽ നിന്ന് മുക്തമായിരിക്കണം. സുപ്രീം കോടതി വിധിയെ അടിസ്ഥാനമാക്കിയാണ് രാമക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രം നിർമ്മിച്ചതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. എന്നാൽ ചടങ്ങിലേക്ക് ആരെയൊക്കെ ക്ഷണിക്കണം, എത്ര പേരെ ക്ഷണിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മൾ രാമഭക്തരല്ലേ? എനിക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്നാണ് BJPയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സച്ചിൻ പറഞ്ഞത്. അതേസമയം 2018 കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ പൈലറ്റായിരുന്നു സംസ്ഥാനത്തെ പാർട്ടി അധ്യക്ഷൻ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവകാശി അദ്ദേഹമാണെന്ന് പലരും കരുതി. എന്നാൽ പാർട്ടി നേതൃത്വം മറിച്ചാണ് ചിന്തിച്ചത്. അശോക് ഗെഹ്ലോട്ട് 3ാം തവണയും ഭരണം ഏറ്റെടുത്തു. 2020 ജൂലൈയിൽ പൈലറ്റിന്റെ കലാപം മുതൽ 2022 സെപ്റ്റംബറിലെ പ്രതിസന്ധി വരെ ഗെഹ്ലോട്ടിന്റെ അനുയായികൾ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് നേരെ വിമർശിച്ചപ്പോൾ വിളിച്ചു ചേർത്ത നിയമസഭാ സാമാജികരുടെ യോഗം ബഹിഷ്കരിച്ച് കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിൽ നിന്ന് മറ്റൊരു പ്രതിസന്ധിയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. ഈ തർക്കം ചെന്ന് അവസാനിച്ചത് രാജസ്ഥാനിലെ കോൺഗ്രസിന്റെ വമ്പൻ തോൽവിയിലായിരുന്നു. ഗെഹ്ലോട്ട് പൈലറ്റ് മത്സരം BJPക്ക് വോട്ടിനായി വളക്കൂറുണ്ടാക്കി. സംസ്ഥാന തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രചരണ പ്രസംഗത്തിൽ സച്ചിൻ പൈലറ്റിന്റെ പരേതനായ പിതാവ് രാജേഷ് പൈലറ്റിനെ വിളിച്ച് ഗാന്ധി കുടുംബം തന്നെ ശിക്ഷിച്ചുവെന്നും ഇപ്പോൾ മകനെ ശിക്ഷിക്കുകയാണെന്നും പറഞ്ഞു. പൈലറ്റിനെ മാറ്റി നിർത്തുക മാത്രമല്ല, ആവർത്തിച്ച് അപമാനിക്കപ്പെടുകയും ചെയ്തുവെന്ന മോദിയുടെ വാക്കുകൾ പിന്നീട് കൊണ്ടെത്തിച്ചത് പ്രശ്നങ്ങളുടെ ഒരു വലിയ ഘോഷയാത്രയിലേക്കായിരുന്നു.